രശ്മി. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അദ്ദേഹം സൂചിപ്പിച്ചത് ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് കടന്നു എന്നാണ്. ഒപ്പം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്? ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഈ കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടം. അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത്. ജീവന്റെ തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളവരെയൊക്കെ പരമാവധി രക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 215 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 87 പേർ സ്ത്രീകളാണ്, 98 പുരുഷന്മാരാണ് ഉള്ളത്. ഇനിയും കണ്ടെത്താൻ 206 പേരുണ്ട്. 86 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇതിൽ 11 പേർ കുട്ടികളാണ്. 10,419 പേര് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തുടരുന്നുണ്ട് എന്നുള്ളതും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരസേനയുടെയും പോലീസിന്റെയും നായകളുടെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഡ്രോൺ ബേസ്ഡ് റഡാർ സംവിധാനം ഉപയോഗിക്കും എന്നുള്ളത് അദ്ദേഹം അറിയിച്ചു. റെസ്ക്യൂ റഡാർ നിലവിൽ ഉപയോഗിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ കേരള ജനത ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. മനുഷ്യരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സന്ദേശമാണ് ഈ ദുരന്തം നൽകുന്നത്. കൂടുതൽ സേന ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അദ്ദേഹം വിവിധ വകുപ്പുകളെ പ്രശംസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ഇടപെടലൊക്കെ തന്നെ വളരെ പ്രശംസ അർഹിക്കുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഈ മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാനാകാത്തതാണ്. 67 മൃതദേഹങ്ങൾ അത്തരത്തിൽ കണ്ടെത്തി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം ഈ മൃതദേഹങ്ങളുടെ സംസ്കാരം നടത്തി മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നതുകൊണ്ട് തന്നെ ഒരു സർവ്വമത പ്രാർത്ഥന സംസ്കാര ചടങ്ങുകൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പുനരധിവാസം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ തുക ചിലവഴിക്കുന്നതിന് വേണ്ടി ധനസെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ QR കോഡ് സംവിധാനം പുറത്തിറക്കിയത്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് വേണ്ടി QR കോഡ് സംവിധാനം ഉണ്ടായിരുന്നു. അത് നിലവിൽ പിൻവലിച്ചിരിക്കുകയാണ്. കാരണം പലതരത്തിൽ ഈ പണം ദുരുപയോഗം ചെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ QR കോഡ് സംവിധാനം പിൻവലിച്ചത്. പകരം നമ്പർ സംവിധാനം, അതായത് ഗൂഗിൾ പേ സംവിധാനം ഉപയോഗിക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ ഗീതയുടെ നേതൃത്വത്തിൽ ഒരു ഹെൽപ്പ് ലൈൻ രൂപീകരിച്ചിട്ടുണ്ട്. സെൽ അതായത് ഹെൽപ്പ് ഫോർ വയനാട് സെല്ലാണ് രൂപീകരിച്ചിരിക്കുന്നത്. ലെറ്റസ് ഹെൽപ്പ് വയനാട് gmail.com എന്നുള്ളതാണ് ഒരു ഇമെയിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തരത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനായിട്ടുള്ള പ്രത്യേക കോൾ സെന്റർ നമ്പറുകൾ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. 2 നമ്പറുകൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. കോൾ സെന്റർ നമ്പറുകൾ 88940014 എന്നുള്ളതാണ് ഒരു നമ്പർ. മറ്റൊരു നമ്പർ 88940015. ഈ 2 നമ്പറുകളിലും ബന്ധപ്പെടാം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മുന്നറിയിപ്പുകൾ, അതായത് ഈ തീവ്ര മഴ പ്രവചനം സംബന്ധിച്ച് പ്രത്യേകമായിട്ടൊരു പഠനം നടത്താൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോട് ആവശ്യപ്പെടും എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് അതിതീവ്ര മഴ പ്രവചിക്കപ്പെടുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അത് അതിതീവ്ര മഴ മുന്നറിയിപ്പില്ലെങ്കിൽ പോലും മഴ തീവ്രമാകാനുള്ള ഒരു സാധ്യതയും അത്തരത്തിൽ മഴയൊക്കെ പെയ്തതും സാധാരണയായിട്ടാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ചൊരു പഠനം നടത്താനായി ആവശ്യപ്പെടും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മുന്നറിയിപ്പും മോഡൽ രൂപീകരിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോട് ആവശ്യപ്പെടും. പ്രവചന ഉപാധികൾ ഇതിനായിട്ട് രൂപീകരിക്കണം. ഇത് അടിയന്തരമായി തന്നെ നടപ്പിലാക്കാൻ ആവശ്യപ്പെടും എന്നുള്ളതും അറിയിച്ചു. ഒപ്പം തന്നെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി എത്തുന്ന സഹായ ഹസ്തങ്ങളെക്കുറിച്ച്, സഹായ പ്രവാഹങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ട്. പ്രധാനമായും എന്തൊക്കെയായിരുന്നു അത്? നിരവധി ആളുകൾ, അതായത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ളൊരു സഹായം നിലവിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. രാഹുൽ 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി 100 വീടുകൾ, ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് 50 വീടുകൾ, അതോടൊപ്പം തന്നെ 25 വീടുകൾ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകും. NSS 100 വീടുകൾ, അതോടൊപ്പം തന്നെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല 10 വീടുകൾ, വേൾഡ് മലയാളി കൗൺസിൽ 14 വീട്, അതോടൊപ്പം തന്നെ ചലച്ചിത്ര താരങ്ങളൊക്കെ തന്നെ തുക നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. മോഹൻലാൽ ഉൾപ്പെടെ ഇന്ന് ദുരന്തഭൂമി നേരിട്ട് സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ചലച്ചിത്ര താരം നയൻതാര 20 ലക്ഷം, കിംസ് ഹോസ്പിറ്റൽ 1 കോടി, ഇത്തരത്തിൽ നിരവധി പേരാണ് സഹായഹസ്തവുമായിട്ടുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മോഹൻലാൽ സൈനിക വേഷത്തിൽ നേരിട്ടെത്തി ദുരന്ത ബാധിത പ്രദേശം സന്ദർശിച്ച കാര്യം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ എടുത്ത് പറയുകയുണ്ടായതായാലും അതിതീവ്ര ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ കേരളം ഒന്നിച്ച് ഒറ്റക്കെട്ടായി തന്നെ
തന്നെ നേരിടണം എന്നുള്ളതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. ഇതിന്റെ ഒരു രക്ഷാപ്രവർത്തനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. സുരേഷ് രശ്മി കാർത്തികാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.